അനീഷ് അനുമോളുടെ മൂഡ് താങ്ങിയ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ അനുമോളോട് അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും എതിരായി നിൽക്കുക. അപ്പോൾ അനുമോൾ സങ്കടപ്പെടുമ്പോൾ അനീഷ് പലപ്പോഴും അനുമോളുടെ സപ്പോർട്ട് ചെയ്തും അനുമോളുടെ അടുത്തും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഉള്ള കമൻറ്റാണ് അനീഷ് അനുമോളുടെ മൂഡ് താങ്ങി, അതോ അനീഷിനെ അനുമോൾ കളിപ്പാപ്പയാക്കി എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും കണ്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നേരത്തെ എല്ലാവരും ഒറ്റപ്പെട്ട് അനീഷിനെ നിർത്തിയ സമയത്ത് അനുമോൾ മാത്രമാണ് അനീഷിനോട് കുറച്ചെങ്കിലും ഒരു മര്യാദയും കുറച്ചൊരു സ്നേഹവും കാണിച്ചത്. ആ ഒരു നന്ദി എന്നോണം അനീഷ് അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുമോൾക്ക് ഒരാപത്ത് വരുമ്പോൾ അനീഷ് പോയി ആശ്വസിപ്പിക്കുകയും അത് നേരത്തെ തൊട്ടുള്ളത് ഇന്ന് തൊട്ട് തുടങ്ങിയാൽ നേരത്തെ തൊട്ട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അനുമോളുടെ പല കാര്യങ്ങളും അനുമോളും ചെയ്ത് ശരിയാണെന്ന് അനീഷിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അനീഷ് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തത്. പല ആളുകളും പറയുന്നത് ഇത് അനുമോളുടെ കളിപ്പാവയായി അനീഷ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും. ഇതൊക്കെ ശത്രുക്കളും അസൂയക്കാരും വെറുതെ പറഞ്ഞു വർത്തുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അനീഷ് ഇപ്പം ഷാനവാസ് കഴിഞ്ഞ ആഴ്ച ആദിലെ നൂറ് ഒറ്റപ്പെട്ടപ്പോൾ ഷാനവാസ് അവിടെ സങ്കടപ്പെട്ടപ്പോൾ അനീഷ് എന്നിട്ട് ഷാനവാസിൻ്റെ കൂടെ കൂടി ഷാനവാസുമായിട്ട് വർത്താനം പറയുന്നത് ഒരു മാനുഷിക പരിഗണനയാണ്. അതുപോലെ തന്നെ അക്ബർ ഒരാഴ്ചയുടെ ഒറ്റപ്പെടുമ്പോൾ അനീഷ് അവിടെ ചെന്ന് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട് അക്ബറുമായിട്ട്. ഫുഡ് കഴിക്കാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ അനുമോളുടെ അടുത്ത് വരുമ്പോൾ മാത്രം അനുമോളുടെ കളിപ്പാവ, ബാക്കിയുള്ളവരുടെ അടുത്ത് അനീഷ് സൗഹൃദമൊക്കെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അനുമോൾ അവിടെ നിൽക്കുന്ന പല ആളുകൾക്ക് അകത്തും പുറത്തും എല്ലാം കുശുമാണ്, അസൂയ ഇതാണ്. അതുകൊണ്ടാണ് അനീഷാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അനീഷിനെ കൂടെ എതിരെ ഇപ്പോൾ ഒറ്റ പടിക്ക് രണ്ട് പക്ഷികളാവില്ലോ, ഒരേ പടിക്ക് രണ്ട് പക്ഷികൾ എന്ന് പറഞ്ഞാൽ അനുമോളെയും ഇതാക്കി അനീഷിനെ ആക്കി. അനുമോളുടെ കളിപ്പാവയായി അനീഷ്, അനുമോളുടെ പുതിയ സ്റ്റാർട്ട് ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും മെസ്സേജ് ഇടുന്നത് ഞാൻ കണ്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അനീഷിന് അങ്ങനെ ആരോടും സ്നേഹമൊന്നുമില്ല. പക്ഷെ പുള്ളിക്കൊരു ചെറിയൊരു ഇത് അനുമോളോട്. അനുമോൾ ഇദ്ദേഹം ഒറ്റയ്ക്കിരുന്ന സമയത്ത്, ഈ അനീഷ് ഒറ്റയ്ക്കിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ ആശ്വാസ വാക്കുകളുമായിട്ട് ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ അനീഷിന് ആ സമയത്ത് അനുമോൾ മാത്രമേ ഉള്ളായിരുന്നു. ആദ്യ കാലങ്ങളിൽ അനീഷിനെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ആക്രമിച്ച സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്തത് അനുമോൾ മാത്രമാണ്. അതേ ഒരു സ്നേഹം അനുമോളോട് അനീഷിനുണ്ട്. പല രീതിയിലും അനീഷ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷിന് കറക്റ്റ് അനുമോളുടെ ഭാഗത്ത് ശരിയെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അനുമോൾക്കെതിരായി നിൽക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒരാളെങ്കിലും നിൽക്കണ്ടേ? നിങ്ങളെ കുറേ ആളുകളുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് അല്ല അവർക്ക് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. മറ്റുള്ളവരെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അവർ PR ആണോ. ഇങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ അനുമോൾക്കാണ് കപ്പടിക്കുന്നത് അനുമോൾ അടിക്കും, ഷാനവാസ് ആണെങ്കിൽ ഷാനവാസ് അടിക്കും, അനീഷാണ് അനീഷ അടിക്കും. അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാവുള്ളൂ, അവർക്ക് ഇഷ്ടമുള്ളൂ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ അനീഷ് ആരെ ഇത് ചെയ്യണമെന്ന് അനീഷിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.